പരിമിതികളെ തോൽപ്പിച്ച റോളർ സ്കേറ്റിംഗിൽ വിസ്മയം തീർത്ത കായിക താരത്തിന് വീടൊരുങ്ങുന്നു. കോട്ടയം മാടപ്പള്ളി സ്വദേശി ദൃശ്യയുടെ സ്വപ്നത്തിന് മന്ത്രി വി ശിവൻകുട്ടിയാണ് തറക്കല്ലിട്ടത്. കുട്ടിക്കൊരു വീട് പദ്ധതിയിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. റോളർ സ്കേറ്റിംഗിൽ മെഡലുകൾ വാരിക്കൂട്ടുമ്പോഴും അത് സൂക്ഷിക്കാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല മാടപ്പള്ളി കുറുമ്പനാട് സ്വദേശി ദൃശ്യയ്ക്ക്. ആ പ്രതിസന്ധിയാണ് KSTA പരിഹരിക്കുന്നത്. KSTA 35ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് 3 വീടുകളാണ് സംഘടന നിർമ്മിക്കുന്നത്. ഇതിൽ ഒരു വീടാണ് ദൃശ്യയ്ക്കായി ഒരുങ്ങുന്നത്. എൻ്റെ പേര് ദൃശ്യ. ഞാൻ കോട്ടയം മൺകാമൽ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഞാൻ റോളർ സ്കേറ്റിംഗ് വിഭാഗത്തിലാണ് മത്സരിച്ചത്. അതിൽ 7 വർഷമായിട്ട് ഞാൻ സ്റ്റേറ്റ് നാഷണൽസൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ഈ സ്റ്റേറ്റിൽ മെഡലടിച്ച കുട്ടികൾക്ക് സർക്കാർ ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടാൻ പറ്റി. അങ്ങനെ ഒരു വീട് കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വീടിൻ്റെ തറക്കല്ലിടൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഇതിനോടകം 150ലധികം വീടുകൾ നിർമ്മിച്ചു നൽകിയ KSTA പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്താണെന്ന് മന്ത്രി പറഞ്ഞു. ഈ കാര്യം പറഞ്ഞപ്പോൾ ആകെ പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് KSTA എന്ന് പറഞ്ഞ അധ്യാപക സംഘടന മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഇതിനോടകം തന്നെ 150ലധികം വീടുകൾ നിർമ്മിച്ചു നൽകി അവർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അവരുടെ ശമ്പളത്തിന് എടുത്തും സന്മനസ്സുള്ളവരിൽ നിന്ന് വാങ്ങിയും ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ വീടില്ലാത്ത 50 കായിക താരങ്ങൾക്ക് വീട് നൽകുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനത്തിന് പൂർണ്ണ പിന്തുണയേകിയാണ് KSTA ദൗത്യം ഏറ്റെടുത്തത്. ചടങ്ങിൽ KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ് അധ്യക്ഷനായി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.